ഗായ്സ്, നമ്മളിന്ന് വെഡിങ് ആനിവേഴ്സറിയാണ്ട് ചെറിയൊരു ട്രിപ്പ് പോകുന്നു. കണ്ണൂർ തന്നെയുള്ള സ്ഥലത്ത് തന്നെ പോകുന്നത്, കുറച്ച് ഉള്ളോട്ടാണെന്ന് മാത്രം. കാപ്പിമലയിലേക്കാണ് ട്രിപ്പ്. അപ്പോൾ ഇത് ഏകദേശം തളിപ്പറമ്പിലെത്താനായി. തളിപ്പറമ്പ് വഴിയാണ് പോകുന്നത്. തളിപ്പറമ്പ് ആലക്കോട് റോഡ്, അതായത് മന്നാർ റോഡിൻ്റെ അതിലൂട്ടിയാണ് നമുക്ക് പോകേണ്ടത്. ആലക്കോടാണ് നമുക്ക് മെയിൻ ജംഗ്ഷൻ എത്തേണ്ടത്. അപ്പോൾ ഇതാ ടൗണിലെത്താനായി. തളിപ്പറമ്പ് ടൗണാണിത്. ഇത് തളിപ്പറമ്പ് ടൗണിൽ ഇത് ബസ് സ്റ്റാൻഡാണ്. റൈറ്റിലേക്ക് കാണുന്ന റോഡിലേക്ക് പോയാലാണ് ബസ് സ്റ്റാൻഡ്. അവിടെ പോയിട്ട് ആലക്കോട് ബസ്സിന് പോകുന്നവർക്കും പോവാം. അങ്ങനെ ബസ്സിന് പോകുന്നവരാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വണ്ടിയിലായതുകൊണ്ട് ഇനി മന്ന ജംഗ്ഷൻ വഴിയാണ് നമുക്ക് പോകേണ്ടത്. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഇതാ നേരെ പോയാൽ പരിയാരം റോഡാണ്. നേരെയല്ല നമുക്ക് പോകേണ്ടത്, റൈറ്റിലേക്ക് മന്ന ജംഗ്ഷനിലേക്കാണ്, മന്ന റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ രാജരാജേശ്വരി ക്ഷേത്രം അറിയുന്നവർക്ക് അറിയായിരിക്കും, ഇങ്ങോട്ടേക്കാണ്. ഇതാ ഇനി വരുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡാണ് നമ്മളെ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി. അപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെ ആലക്കോട് റോഡിലേക്കാണ്. അപ്പം നേരെ നമ്മൾ പോകുന്നു. അപ്പോൾ പിന്നെ ജസ്റ്റ് എന്തായാലും കാർന്നൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, അപ്പം നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊന്നൂസിന് ബിസ്ക്കറ്റ്, ലേസ്, പിന്നെ സമൂസ ഇതെല്ലാം വാങ്ങി നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഗായ്സ്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏട്ടൻ വെള്ളം വാങ്ങാൻ പോയി. അപ്പോൾ വെള്ളം വാങ്ങുമ്പോഴത്തേക്ക് അവന് ഫ്രൂട്ടി വേണമെന്ന് തോന്നുന്നു. അങ്ങനെ 2 തവണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പീടികയിൽ ഫുൾ നടത്തായിരുന്നു. നമുക്ക് മന്ന ജംഗ്ഷനിലെ സിഗ്നലിൽ നിന്നും ലെഫ്റ്റിലെ റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ മന്നക്കുന്ന് ഒരു 15 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് തന്നെ ഒടുവള്ളിത്തട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തും. അത് കഴിഞ്ഞ പിന്നെ മോനെ ഫുൾ സൂപ്പർ വ്യൂകളുള്ള സ്ഥലങ്ങളാണ്. നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. ബൈക്കിലാണെങ്കിൽ അതിനെക്കാട്ടി സൂപ്പർ ആകുമായിരുന്നു, പക്ഷെ നമ്മൾ കാറായിരുന്നു എടുത്തിരുന്നത്. പൊന്നൂസ് ഉള്ളതുകൊണ്ട് അവന് കാറ്റിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തണുപ്പ് പിടിക്കുമല്ലോ, അപ്പൊ പിന്നെ നമ്മൾ കാറായിരുന്നു എടുത്തത്. ഇതാ ഇവിടെ നിന്ന് നമുക്കിനി റൈറ്റിലേക്കാണ് പോകേണ്ടത്, ഒറ്റത്തേ കൂടി കാപ്പിമലയിലേക്ക്. ഇനിയാണ് മക്കളെ സൂപ്പർ. ഇത് അധികം വണ്ടികളൊന്നും ഇല്ലാണ്ട് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡാണ് ഇനിയുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏകദേശം അടുക്കാറായി ഗായ്സ്. ഇതാണ് കാപ്പിമലകൾക്കുള്ള റോഡ്, കാപ്പിമല വാട്ടർഫാൾസിലേക്കുള്ള റോഡ്. ഇതാ റൈറ്റിലോട്ടാണ്. അവിടെ നല്ല ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് തിരിക്കാൻ പോകുമെന്ന്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ട് പോകാനുണ്ട്. കുറച്ചും കൂടി ഇത് നല്ല ഇടുങ്ങിയ റോഡാണ്. വേറൊരു വണ്ടി അപ്പുറത്തുനിന്ന് വന്നാൽ ചിലപ്പോൾ കാറിലാണെങ്കിൽ നല്ല ബ്ലോക്ക് വിടുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ എന്നാലും എന്താ പറയാ, നമ്മളെ കണ്ണൂരിന്റെ വയനാട് എന്ന് തോന്നിക്കുന്ന സംഭവം തന്നെയാണ്. ഒറിജിനൽ വയനാടിന്റെ ഫീലിംഗ് ആണ് ഗൈസ്. പെട്ടുപോയി ഗായ്സ്. താഴേക്ക് വണ്ടി പോകില്ലാന്ന് ഇവർ പറയുന്നത്. താഴെ ഫുൾ റോഡ് പണി നടക്കുമെന്ന് പോലും. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ റോഡിന്റെ പണിയെല്ലാം ഏകദേശം ഇപ്പം ചെയ്യുന്നുണ്ട് അവര്. അപ്പോൾ പാർക്കിങ്ങിന്റെ അടുത്തേക്ക് എന്തായാലും വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ താഴെ ഒരു വീട്ടിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി വെച്ചിട്ട് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാട്ടർഫോൾസിലേക്ക് പോകാനുള്ള വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയ ആയിരുന്നു ഇത് ശരിക്കും. അപ്പൊ ഇപ്പം അത് പണി നടന്നുകൊണ്ടിരിക്കുമെന്ന്. മഴക്കാലാവുന്നതിന് മുന്നേ ഇവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവർ പണി നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം എത്തി. അവിടെ അപ്പോൾ വെള്ളം കണ്ടപ്പോൾ പൊന്നൂസ് ഭയങ്കര ഇത് കളിക്കണമെന്ന്. പൊന്നൂസ് കുറച്ച് നേരം വെള്ളത്തൊക്കെ കളിച്ച്. നല്ല വെയിലായിരുന്നു. നമ്മളവിടെ എത്തുമ്പം ഏകദേശം ഒരു 12 മണിയായിരുന്നു ആയിരുന്നത്. നമ്മൾ രാവിലെ വെഡിങ് ആനിവേഴ്സറി അമ്പലത്തിലെല്ലാം പോയി
ഇവിടത്തേക്കുള്ള ട്രിപ്പ് തുടങ്ങാൻ തന്നെ കുറച്ച് വൈകിനായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാ വില്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൂമും കാര്യങ്ങളും. അവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏട്ടൻ പൊന്നൂസിന് അങ്ങനെ മലയും കുന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പൊന്നൂസ് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ അത്ഭുതത്തോടെയാണ് എല്ലാം കാണുന്നത്. നമ്മളെവിടെ വന്നിനി കാപ്പിമല കാപ്പിമല കാപ്പിമലയില് കാപ്പിമല എന്തിനാ വന്നി വെള്ളത്തിൽ കളിക്കാൻ. എന്നിട്ട് നമ്മള് വെള്ളത്തിൽ കളിക്കാൻ പോന്നട്ടാ. ഇപ്പം കണ്ടോ വെള്ളത്തിൽ കളിക്കുന്നത്. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തി ഗായ്സ്. നമ്മളിതാ വാട്ടർഫാൾസിലേക്ക് എത്തി. വേനൽക്കാലമായത് കൊണ്ട് തന്നെ വാട്ടർഫാൾസ് എന്ന് പറയാൻ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഗായ്സ്. നമ്മളെ പോലെയുള്ള ഭ്രാന്തന്മാരെ ഇവിടെ വരുമല്ലോ എന്നും പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ കുറേ ചീത്ത പറയുന്നുണ്ടെന്നാ. അപ്പോൾ ഏട്ടൻ റാണിപുരം പോവാ, കാസർഗോഡ് അങ്ങോട്ടേക്ക് ട്രിപ്പ് പോവാന്നെല്ലാം പറഞ്ഞതാണ്. എൻ്റെ ഒറ്റ വാശിക്കായിരുന്നു കപ്പിമല വാട്ടർഫാൾസിലേക്ക് പോകണം എന്ന് പറഞ്ഞത്. ഇതായിട്ട് ഇപ്പോൾ ഷോർട്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഷോർട്സിൽ പറയുന്നത് ഫുൾ എന്നെ ചീത്ത വരെ പറയുന്നതാണ്. അത് വേറെ തന്നെ നല്ലൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ എത്തിയതാ നട്ടപ്പൊരി എന്ന വെയിലത്ത് ഗായ്സ് പൊരിഞ്ഞിരിക്കുകയാണ്. അതാ ഗായ്സ് കുറച്ച് വെള്ളം അതിലോട്ട് ഒഴുകി വരുന്നുണ്ട്. ഒരിട്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. നന്ന കലങ്ങിയ വെള്ളമായിരുന്നു വേനൽക്കാലം ആയതുകൊണ്ട്. അപ്പോൾ ഗൈസ് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ കറങ്ങാൻ വന്നതാണ് കാപ്പിമലയിൽ. കുറേ നാളായി കാപ്പിമലയിലേക്ക് വരണം എന്നായിരിക്കുന്നു. അപ്പോൾ കാപ്പിമല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. വൺ ഫ്ലോപ്പായി പോയി ഗൈസ്. വെള്ളമില്ല, ഫുൾ വറ്റിയതാണ്. പിന്നെ ഉള്ള ആകെ കുറച്ച് വെള്ളം, അത് ഫുൾ കലങ്ങിയ വെള്ളമാണ്. അവർ അലക്കാനും ഇതിനെല്ലാം ഈ ഭാഗത്തുള്ളവർ യൂസ് ചെയ്യലുണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഗൈസ് ഇത്രയും മലയും കുന്നും ചവിട്ടി വന്നത് വെറുതെ ആയി. ഒരാളെന്നെ വല്ലാണ്ട് നോക്കി പഠിപ്പിക്കുന്നില്ല. എൻ്റെ ഒറ്റ വാശിക്കായിരുന്നു ഇന്ന് വന്നത്. ഇവിടെ തന്നെ വന്നത്. ഏട്ടൻ റാണിപുരം പോവാന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരാൾ ഫുൾ കലിപ്പിലാന്ന് എന്നോട്. എന്താണ് ചൂട് കൂടിയ സമയം ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? അച്ഛൻ മലയാളത്തിൽ പറഞ്ഞ സിനിമക്ക് പോവാ. സിനിമ എപ്പം പോന്നില്ലേ? ഇത് വേറൊരു അനുഭവമായില്ലേ? ഇനി നമുക്ക് എല്ലാരോടും പറയാം, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇങ്ങോട്ട് പോകരുത്. ബാക്കിയെല്ലാവർക്കും അറിയില്ലേ? എന്ത് പറയുന്നു? എന്താ തിന്നുന്നത്? സമോസ. ഒരാള് പപ്സ് തിന്നുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് തിരിച്ചിറങ്ങിയാലോ? ഹലോ ഗൈസ്. നല്ലത് ഇറങ്ങുന്നല്ല. അയ്യോ ഏട്ടൻ ഫുൾ കലിപ്പിലാണ്. ഒന്ന് വേഗം തിന്നോ, താഴേക്ക് ഇറങ്ങണ്ടാന്ന്. ഇങ്ങനെ ഹായും പറഞ്ഞു നിന്നു. നമുക്ക് അടുത്ത സ്പോട്ടിൽ പോണ്ടേ? വേഗം തിന്ന് വേറെ സ്ഥലത്ത് പോണ്ടേ? പൊന്നൂസിനെയും കൂട്ടി കുരിശുമല കയറി കഥയെല്ലാം പൊന്നൂസിന് പറഞ്ഞു കൊടുക്കുമെന്നേട്ടൻ. അപ്പം അവൻ ചെറുതായിരുന്നു. അതന്നെ എനിക്ക് ശബരിമലയും കൂടി കയറാനില്ല. അതും കൂടി കേറുവപ്പാ കുറച്ച് കയ്യൊക്കെ. അയ്യോ ഗൈസ്, ഏട്ടന് വട്ടായിപ്പോയി. ഏട്ടൻ പൊന്നൂസിനെ എടുത്തിട്ട് പാട്ടും വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഇത്രയും ദൂരം മല കയറ്റിപ്പിച്ചതിന് അന്ന ചീത്തയും കൂടി പറഞ്ഞുകൊണ്ടാണ് അച്ഛനും മോനും നടക്കുന്നത്.
അങ്ങനെ ഇതാ നമ്മൾ ലാസ്റ്റ് തിരിച്ചെത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തവിടത്തേക്ക് നടക്കുമെന്ന്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഒന്നാമത് പാർക്കിങ്ങിൻ്റെ അവിടെ അല്ലല്ലോ വണ്ടി വെച്ചത്, അപ്പോൾ കുറച്ചും കൂടി ഉള്ളോട്ട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. കുറേ ആയി മന്തി കഴിച്ചിട്ട്, അപ്പോൾ ഒരു കുഴിമന്തിയിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഴിമന്തിയും കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി. പുന്നൂസ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നാമത് നട്ടുച്ചക്കല്ലേ നമ്മൾ മുകളിലേക്ക് കയറിയത്, അപ്പോൾ അതിൻ്റെ ക്ഷീണവും പുന്നൂസിനുണ്ടായിരുന്നു. പുന്നൂസിനെ എടുത്ത് നടന്ന ക്ഷീണം ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മന്തിയെല്ലാം വന്നു. ഏതായാലും നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു സിനിമക്കും കൂടി കയറാമെന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. അങ്ങനെ തളിപ്പറമ്പ് അല്ലെങ്കിൽ തിയേറ്ററിൽ നമ്മൾ ബ്രഹ്മയുഗം സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.